ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോൻ്റെ ഇടയിലൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ചെമ്മീന. ഇതിലോട്ടേക്ക് ആദ്യം തന്നെ മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു നുള്ളെന്നെല്ലാം പറയാം ഗരം മസാലേൻ്റെ പൗഡർ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് ചെയ്തെടുത്ത ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല. അതിന് ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്താ റെസിപ്പിന്ന്. ഇത് നമ്മൾ പണ്ടേ ചെയ്ത് വരുന്ന മക്രോണീൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ കുറേ വേരിയേഷൻ ഉണ്ടല്ലോ മക്രോണി തന്നെ, കുറേ ടൈപ്പ്. അപ്പം നമ്മൾ പണ്ടത്തത് മിസ്സായി പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ചെമ്മീനൊന്ന് ഫ്രൈ ആകുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഞാൻ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ ചെമ്മീനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മക്രോണി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം തന്നെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കല. ഈ സെയിം ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിച്ച് വേറെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കില്ല. ഈ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് മക്രോണി അപ്പുറം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. ഇവിടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1.5 പാക്കറ്റോളം മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കില്ല. ഇതിപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന മക്രോണീൻ്റെ സൈസും പിന്നെ അതുപോലെ എല്ലാം ഡിപ്പെൻഡ് ആയിരിക്കും. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെടുക്കില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5-8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 3 പച്ചമുളക്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കില്ല. ഉള്ളി ഈ ഒരു കളർ ആകുമ്പോഴാണ് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ഇതാ ഈ ഒരു ടൈം ആകുമ്പോൾ മക്രോണി എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്ട്രൈനറിലിട്ടിട്ട് ഒന്ന് വെള്ളൂറ്റി കളയല. അതുപോലെ തന്നെ വെള്ളൂറ്റുമ്പം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം ഒട്ടിപ്പിടിക്കൂല. അങ്ങനെ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിക്ക് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, ഒരു വലിയ സൈസ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ ആ ഒരു മസാലേൻ്റെ കൂട്ടിലിട്ട് കൊടുക്കലാണ്. ഇതാ തക്കാളി ഒന്ന് സ്മാഷായിട്ട് വന്നേരാം. നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനൊന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതുവരെ ഈ ഒരു മസാലയിലോട്ട് ഞാൻ ചെമ്മീനിൽ ചേർത്ത പൊടികളല്ലാണ്ട് മസാല പൗഡേഴ്സ് അല്ലാണ്ട് ഇത് ഉള്ളിയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം മസാല പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പം ചെമ്മീൻ പൊരിക്കുമ്പം മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ മസാലയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പകരമായിട്ട് 1 സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലേൻ്റെ പൗഡർ. ഇത് 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടൈമെല്ലാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതായത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റോ സ്മെല്ലുണ്ടാവില്ലേ, അത് പോകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ ബിരിയാണിക്കും മസാല ഉണ്ടാക്കിയെടുക്കല്. ഇനി ഇതാ മക്രോണിയും അതേപോലെ തന്നെ മസാലയും ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല. അതിന് വേണ്ടിക്ക് ഒരു വലിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണിയിൽ നിന്ന് ഒരു ഹാഫ് പോർഷനാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് മസാല നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാത്തത് ഒന്നിച്ചെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചാകുമ്പം നമുക്ക് പെട്ടെന്നൊന്ന് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ബാക്കിയും കൂടി തട്ടിക്കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കലുണ്ട്. അങ്ങനെ ആകുമ്പം നല്ല ടേസ്റ്റ് കിട്ടും മൊത്തത്തിൽ.
അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ പുതിയ പുതിയ വേർഷൻസ് എല്ലാം വരുമ്പം നമ്മൾ പണ്ടേ ആക്കുന്നതൊക്കെ മറന്നു പോകുമല്ലോ, അങ്ങനെ പിന്നെ ആക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെയെന്ന് പറയാൻ നമുക്ക് എത്ര പുതുമ തോന്നിയാലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ഉപ്പും മുളകും പുളിയും ഒക്കെ ഉള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും നമുക്ക് മലയാളികൾക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെയെന്ന് പറയാൻ ഇതിൽ ഒരുപാട് മസാല പൗഡേഴ്സ് അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.